പുറത്താ. അളയാ അളയെന്ന് ഇവിടെ നിക്കണേ? ചുമ്മാ എന്താടാ? അല്ല ബാക്കി എല്ലാരും പുറത്താണ്, അങ്ങോട്ട് പോയത്. അവരവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരവിടെ സമാധാനത്തിൽ ഇരിക്കട്ടെ. ഇനി ഞാൻ അവിടെ ചെന്ന് എന്തിന്റെങ്കിലും പേര് ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിഷയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാടാ എന്റെ വായന എന്തെങ്കിലും വന്നിട്ട്? വേണ്ട, ഇവിടെ നിൽക്കാം. അങ്ങനെങ്കി അങ്ങനെ. സത്യം പറഞ്ഞാലേ അളിയ മംഗലാപുരം പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ കണ്ട പ്രശ്നം ഒന്നും ഉണ്ടാവൂലായിരുന്നു. എന്നിട്ട് വേണം ഇനി അതിന്റെ പേരിൽ വേറൊരു പ്രശ്നം കൂടെ എന്റെ തലയിൽ വരാൻ. എന്തിനാ? പോയിന്റല്ലേ? പോയിന്റാണ്. അളിയാ, അളിയനെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സദ്യയൊന്നും കിട്ടാനില്ലല്ലോ. വഴക്കുറയല്ലേ? കല്ലൂസേ, നീ അച്ഛന്റെ കൂടെ നിന്നിട്ട് അച്ഛനെ തന്നെ കുറെ വട്ടമായിട്ട് ഒറ്റുന്നുണ്ട് കേട്ടോ. അച്ഛൻ എത്ര ഐസ്ക്രീം മേടിച്ചു തന്നാടാ നിനക്ക്? അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിക്കേ. കൊച്ചന്നെ എവിടെ അളിയോ? ലച്ചേച്ചി എന്ത് പറഞ്ഞു? ഓ, അവളുടെ കാര്യം ഒന്നും പറയാതിരിക്കണ്ട. അവളുടെ മുഖം ഇങ്ങനെ കൊട്ട പോലെ ഇരിക്കുക. എന്ത് ചെയ്തെന്നാ അളിയാ? നീ ഇത് കേക്കണം. എത്ര പ്രാവശ്യം മംഗലാപുരത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചാന്നറിയാവോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവള് കരച്ചിൽ തുടങ്ങും. ഇവളുടെ കരച്ചിൽ കാണുമ്പോ എന്റെ പെങ്ങളും പറയും 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ 1.5 മാസം പോയത്. പിന്നെ ഞാൻ ഉറച്ചു കൊണ്ടുപോകത്തില്ല കള്ളി. ഞങ്ങളോടുള്ള ദേഷ്യം എന്റെ കൊച്ചിനോടങ്ങാൻ തീർത്താണ്ടല്ലോ വെച്ചടിച്ചു ഞാൻ. കൊച്ചിന് നേരെ പല്ലിറങ്ങുന്നോ നീ? അളിയന് 2-3 ദിവസമായിട്ട് പല്ലുവേദന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഫോൺ വിളിച്ച് പറഞ്ഞു തന്നെ. ഇവിടെ വന്നപ്പോ നമ്മള് ഡോക്ടറെ കാണാൻ പോയി. ഇവന്റെ പല്ലുവേദന ഞാൻ മാറ്റി കൊടുക്കട്ടെ? എന്തുവാ ചേട്ടാ ഇത്? നീയല്ലേ പറഞ്ഞത് അവനെ തല്ലണമെന്ന്? അപ്പ പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുകയാണോ? അത് അവിടെ കളഞ്ഞിട്ട് വേണ്ടേ വരാൻ? സീത, നിന്റെ സ്വഭാവം അറിയാ. നീയല്ലേ എപ്പോഴും പറയാറ് ഞാനും ഇവനെ വഴക്ക് പറയുന്നില്ല, ഉപദേശിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെന്ന്. നിന്റെ വാക്ക് കേട്ടിട്ടില്ലടി ഞാനിപ്പോ ഇത്രയും ഷോ ഇവിടെ കാണിച്ചത്. ഷോ അല്ല മോളെ, മുഴുവൻ ഷോ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യമല്ല, വിഷമം. അവനെ വഴക്ക് പറഞ്ഞതിലുള്ള എന്റെ വിഷമം. ഇനിയിപ്പതേ നീയായി നിന്റെ പാടായി. എന്റെ റോള് തീർന്നു, ഞാൻ പോവുകയാണ്. സിദ്ധു, മോത്ത് നോക്കടാ. എന്താ? ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാത്തോണ്ടല്ലേ അച്ഛനും അമ്മയും ഇങ്ങനെ ഓരോന്ന് നിന്നോട് പറയുന്നത് അല്ലേ? ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. ഇനി നീ മേല ഞങ്ങളോട് പറയാതെ ഈ കുടുംബത്തിന്റെ വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും കേട്ടോ. കേട്ടോടാ? ഇനിയിപ്പോ അവൻ നല്ല കുട്ടിയായിട്ടിരിക്കും. അളിയാ വയറുറച്ച് കിട്ടിയാ? ഇല്ലടാ, നമ്മുടെ വീട് പണിയുടെ കാര്യം. മനസ്സിലായി വീട് പണി. കുട്ടി പിരിപ്പേ നിനക്ക് ഇവര് സോൾവ് ആയി, പക്ഷെ ലച്ചേച്ചിയുടെ പ്രശ്നം സോൾവ് ആയിട്ടില്ല. കല്ലൂസേ, നിന്റെ അമ്മ ഭയങ്കര കലിപ്പിലാണല്ലോ. നമ്മൾ എന്ത് ചെയ്യും? എന്നാലും ഇത്ര ചാടാൻ പറ്റത്തില്ലല്ലോ. ഒരു കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.